بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. عن أبي مسعود عقبة بن عمرو الأنصاري رضي الله عنه قال: عقبة بن عمرو الأنصاري رضي الله عنه ذلك الحديث: لما نزلت آية الصدقة، صدقة ما بندبت رنيا آية خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم ഇന്ന സ്വലാത്തക സകനുല്ലഹും. ഈ ആയത്ത്, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും സദഖ എടുക്കുക, അത് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങളെയൊക്കെ ശുദ്ധീകരിക്കും. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബി പറയാണ്, കുന്ന നുഹാമിലു അലാ ദുഹൂരിന, നമ്മൾ നമ്മുടെ മുതുകത്ത് സാധനങ്ങൾ വെച്ച് അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തു സദഖയായിട്ട്. فجاء رجل فتصدق بشيء كثير. ഒരു സഹാബി വന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. സഹാബി വന്ന് കുറേ വസ്തുക്കൾ റസൂലിന് മുമ്പിൽ വെച്ചു സദഖയായിട്ട്. ഫഖാലു, ഇത് കണ്ടപ്പോൾ മുനാഫിഖീങ്ങൾ പറഞ്ഞു, മുറാഇൻ, അത് ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിരുത്സാഹപ്പെടുത്തി. സഹാബാക്കളുടെ ഈ ആവേശം കണ്ടപ്പോൾ മുനാഫിഖുകൾ സ്വാഭാവികമായിട്ടും പേടിച്ചു. റസൂൽ എന്താണോ പറയുന്നത് സഹാബകൾ അത് ചെയ്യാണ്. അവരുടെ കൂട്ടത്തിലുള്ള മുനാഫിഖീങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഉള്ളിലൊരു പേടി. അപ്പോൾ സദഖയുടെ ആയത്തിറങ്ങി സഹാബാക്കൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് കൊണ്ടുവരികയാണ് ഓരോ സദഖയുടെ സമ്പത്ത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കുറേ വസ്തുക്കൾ റസൂലിന് മുമ്പ് കൊണ്ടുവച്ചു. ഇത് കണ്ടപ്പോൾ മുനാഫിഖീങ്ങൾ സഹാബാക്കളെ നിരുത്സാഹപ്പെടുത്താൻ പറഞ്ഞു, മുറാഇൻ, അത് ആളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. വജാഅ റജുലുൻ ആഖർ, വേറൊരു സഹാബി വന്നു. ഫതസദ്ദഖ ബിസാഇൻ, അദ്ദേഹം ഒരു സാഅ് റസൂലിന്റെ മുമ്പിൽ സദഖയായിട്ട് കൊടുത്തു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയുൻ അൻ സാഇ ഹാദാ, അള്ളാഹുവിന് ഈ സാഇന്റെ ആവശ്യമൊന്നുമില്ല. ഒരു സാ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു, നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമല്ലോ, ഒരു സാ, അത്ര എന്തെങ്കിലും ഗോതമ്പോ ഒരു കരിയോ എന്തെങ്കിലും ഒരു വസ്തു. അള്ളാഹുവിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഇങ്ങനെ അള്ളാഹുന് ഇത്ര ചെറുത് കൊടുക്കണം, അള്ളാഹിന് ആവശ്യമില്ല. അത് കാരണം അധികം കൊടുത്താലും നിരുത്സാഹപ്പെടുത്തി, കുറച്ചുള്ളത് കൊടുത്താലും നിരുത്സാഹപ്പെടുത്താണ്. അപ്പൊ ഫഖാലു ഫനസലത്, അപ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങുന്നത്, الذين يلمزون المتطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم. സൂറത്ത് തൗബയിൽ ആയത്താണ്. അല്ലദീന, ഒരു വിഭാഗം ആൾക്കാർ, യൽമിസൂന അൽമുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്, സദഖയിൽ സ്വമേധയാ സദഖ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാർ, അവരെ ക്രൂശിക്കുന്ന ആൾക്കാർ. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, അതേപോലെ തന്നെ അന്നന്ന് അധ്വാനിച്ചുണ്ടാകുന്നതല്ലാതെ വേറെ സമ്പത്തൊന്നുമില്ല. അങ്ങനെയുള്ള സമ്പത്ത് സ്വമേധയാ അള്ളാഹിന്റെ മാർഗത്തിൽ സദഖ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവർ, അവർക്കെന്തുണ്ട്? അവർ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും മുഅ്മിനീങ്ങളെയും റസൂലിനെയും പരിഹസിക്കുന്നവരാണ്. ഫസഖിറല്ലാഹു മിൻഹു, പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു ആണ് അവരെ പരിഹസിക്കുന്നത്. അവർക്ക് വലിയ വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട് എന്ന ആയത്തിറങ്ങുന്നത് അവിടെയാണ്. ഈ ഹദീസിൽ നമുക്ക് കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആയത്തിറങ്ങി സഹാബാക്കൾ ചെയ്തു. ആ സദഖയുടെ ആയത്തിറങ്ങി സഹാബാക്കള്, മറ്റൊരു റിവായത്തിൽ കാണുമ്പോൾ നസായി ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല സമ്പത്തൊന്നും സദഖ ചെയ്യാൻ. അവർ മാർക്കറ്റിൽ പോയി പണിയെടുത്ത് അന്ന് കിട്ടുന്ന ആ വരുമാനം അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖയായിട്ട് കൊടുത്തു. ഉള്ളവരൊക്കെ കുറേ കൊടുത്തു. എന്താണ് ഉള്ളത് അതിനനുസരിച്ച് ഓരോ സഹാബാക്കളും കൊടുത്തു. ആരും പിന്തിപ്പിച്ചില്ല, വൈകിപ്പിച്ചില്ല. ഖൈർ അപ്പം തന്നെ ചെയ്തു, അത് നാളത്തേക്ക് മാറ്റി വെച്ചില്ല. അതൊന്നാമത്തത്. രണ്ടാമത്തത്, മുനാഫിഖീങ്ങൾ പരിഹസിച്ചു. അഥവാ എത്ര പരിഹാസം ഉണ്ടായാലും പ്രയാസം ഉണ്ടായാലും ആരെന്ത് കുത്തുവാക്കുകൾ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. അത് അള്ളാഹു നോക്കിക്കോളും. നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരു കാര്യം,
ആരെന്ത് തീർത്താലും ആരെന്ത് പറഞ്ഞാലും പരിഹസിച്ചാലും മറ്റുള്ളവർക്ക് മുമ്പിൽ അതെത്ര നിസാരമാണെങ്കിലും നമ്മൾ അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും. അത് അള്ളാഹു കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. ഈ ആയത്തിൽ മുനാഫിക്കുകൾ അള്ളാഹു താക്കീത് ചെയ്തതുപോലെ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഹദീത്തിൽ നിന്ന് കിട്ടുന്നത്. നന്മയിൽ ധൃതി കാണിക്കുക, രണ്ട്, ആരെയും വകവെക്കണ്ട, അള്ളാഹിനെ മാത്രം പ്രതീക്ഷിക്കുക, അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ച് ചെയ്യുക, ബാക്കി അള്ളാഹു ചെയ്യുന്നതാണ്. فآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.